പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനാമിക നേരെ അവളുടെ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് പറ്റിയെന്ന് ചോദിക്കാതെ എൻ്റെ കവിളത്തേക്ക് ഒന്ന് നോക്ക് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കവിളത്ത് നല്ല അടിച്ച പാടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അനി അടിച്ചോന്നാണ് കേട്ടോ രേവതിയൊക്കെ ചോദിക്കുന്നത്. ഇത് അവൻ അടിച്ചതല്ല അവൾ അടിച്ചതാണെന്ന് പറയുമ്പോൾ, ആരെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദുവാണ് അടിച്ചതെന്ന് പറയും. അപ്പോൾ എന്തിനാ അടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഏത് സമയം അവളുടെ പിറകെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഫോളോ ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജലജയും ജാനകിയൊക്കെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ, ആ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് എന്നെ ഇങ്ങനെ അവൾ അടിച്ചിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ അവരൊന്നും പ്രതികരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പ്രതികരിച്ചൊന്നുമില്ല, അവളിങ്ങനെ ചീറി പാഞ്ഞു വരികയല്ലായിരുന്നോ, പിന്നെ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയുകയാണ്. എനിക്ക് ആകെ ഇതായി എന്ന് പറയുകയാണ്. അച്ഛൻ അവളെ ഒന്ന് ഒതുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ കരാട്ടെ എന്തൊക്കെ പഠിച്ചതല്ലേ, മോളെന്തിനാ അവിടെ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അച്ഛന് നാണുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാൻ. അച്ഛനെ കൊണ്ട് അവളെ ഒന്നും അടിച്ചൊതുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യത്തിലാണ് കേട്ടോ അനാമിക. അപ്പോൾ വേണുവാണെങ്കിൽ ഇതിപ്പോൾ ആ വിഷം ചേർന്നുള്ള പാല് അവളുടെ ചേച്ചി കുടിച്ചിരുന്നെങ്കിൽ അത്രയും ഒരു മനസ്സമാധാനം കിട്ടിയാണ്. ഇതിപ്പോൾ അവളും കൂടെ എന്നിട്ട് അവിടെ ചവിട്ടി ഇറക്കിയാണെന്നൊക്കെ പറഞ്ഞ് അനാമിക ചാടിത്തുള്ളി അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അനാമികയ്ക്കാണെങ്കിലും ആകെ ദേഷ്യമാണ്. അനാമികയോട് രേവതി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അനി വന്ന് വിളിച്ചിട്ടല്ലേ മോളെ അങ്ങോട്ട് പോയത്, ഇനിയിപ്പോൾ മോളെ വിളിക്കാൻ അവൻ വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവൻ വിളിക്കാൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, നമ്മുടെ അവസ്ഥ അതല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു മനസ്സമാധാനമില്ല, അവളുടെ ചേച്ചി ആ വിഷം ചേർന്ന പാല് കഴിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സമാധാനമായേനെന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളി അനാമിക അകത്തേക്ക് പോകും കേട്ടോ. പിന്നീട് എല്ലാവരും ഇങ്ങനെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആദർശം എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ തിരുമേനിയാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, 41-ന് പോകാൻ വിചാരിച്ചവർക്ക് മകരവിളക്കിന് പോലും പോകാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എന്തായാലും ഒരു 10 ദിവസം കൂടെയൊക്കെ നട തുറന്നിരിക്കും, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ കഴിയട്ടെ എന്നൊക്കെ പറയാണ്. പിന്നീട് ഇങ്ങനെ മലയ്ക്ക് പോയി വരുമ്പോഴേക്കും ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ എന്ന് പറയാൻ കേട്ടോ. പിന്നീട് ആദർശനോടായിട്ട് പറയുന്നുണ്ടായിരുന്നു, മോൻ്റെ അമ്മായിയമ്മ എന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ആപത്ത് വന്നവരുടെ പേരിലൊക്കെ മൃത്യുഞ്ജയ ഹോമമൊക്കെ കഴിക്കാറുണ്ട് എന്ന് പറയാം. അപ്പോൾ അഭി മനസ്സിലിങ്ങനെ ഓർക്കുന്നത് അത് അവർക്കും അവരുടെ മക്കൾക്കും വേണ്ടിയിട്ടായിരിക്കും അവർ പ്രാർത്ഥിക്കുന്നതെന്ന് ഇങ്ങനെ ഓർക്കും കേട്ടോ. പിന്നീട് ആദർശ നേരെ നയനയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇത്തവണത്തെ മലയ്ക്ക് പോക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മലയ്ക്ക് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ മലയ്ക്ക് പോയി വരുമ്പോഴേക്കും ഇങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നുമില്ല എന്ന് നയന പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഇങ്ങനെ ആദർശേട്ടൻ്റെ കൂടെ എങ്ങനെ എന്നും കഴിയണം എന്നുള്ള ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മലയ്ക്ക് പോയി വരട്ടെ എന്നിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ, ഇനി എന്തായാലും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വരണമെങ്കിൽ അമ്മ എന്നെ വിളിച്ചേ പറ്റുള്ളൂ, അമ്മ വിളിച്ചാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് വാശി വേണമെന്ന് നൈനിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നൈനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇത് വാശിയൊന്നുമല്ല, നമ്മൾ ഒരാൾക്ക് കരൾ കൊടുത്തു എന്ന് വിചാരിച്ച് അങ്ങനെ അയാൾക്ക് ഇങ്ങനെ അതുകൊണ്ട് പ്രയോജനം വേണ്ടേ, അമ്മയുടെ ഏറ്റവും വലിയ പ്രഷർ ഇപ്പോൾ ഈ സമയത്ത് ഞാനാണല്ലോ, അതുകൊണ്ട് അമ്മയുടെ ടെൻഷൻ കൂട്ടാൻ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഇനി അമ്മ വിളിച്ചാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ എന്ന് പറയും. ഇനിയിപ്പോൾ ആദർശേട്ടനെ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാമല്ലോ, ഈ വീട്ടിലെ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ എന്നൊക്കെ പറയട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരുന്നു ആദർശ് പറയാണ്, എനിക്ക് ഇവിടേക്ക് വരാൻ തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും, എന്തായാലും നീ വാ, നമുക്ക് അമ്മയ്ക്ക് അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് കനയ്ക്ക് ദക്ഷിണയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അച്ഛനെ ഞാൻ കടയിൽ വെച്ച് കണ്ടായിരുന്നു, അവിടുന്ന് ദക്ഷിണ കൊടുത്തു എന്ന് പറയാണ്. കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മോൻ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും, മലയ്ക്ക് പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങളും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയാണ്. പിന്നെ എരുമേലിയിൽ നിന്ന് കാൽനടയായിട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നന്ദുവിനോട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നന്ദുവിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആദർശേട്ടന് അമ്മയുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, അങ്ങനെ ആദർശേട്ടൻ്റെ അമ്മയുടെ മനസ്സ് മാറിയാലേ ചേട്ടനും ചേച്ചിക്കും ഒരുമിച്ച് ഇങ്ങനെ ഒരു വീട്ടിൽ കഴിയാൻ പറ്റുള്ളൂ, ഞങ്ങൾക്കത് കാണാനും പറ്റുള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശാണെങ്കിലും ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ, മലയ്ക്ക് പോയി വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നീട് നൈനിയാണെങ്കിലും ഇനി അമ്മ വിളിച്ചാൽ മാത്രമേ അങ്ങോട്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ, എല്ലാവരും വാശിയിലാണെന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, അത് വാശിയൊന്നുമല്ല മോനെ, ഇങ്ങനെ ഏത് സമയത്തും പകലിങ്ങനെ മോൻ്റെ അമ്മയും നൈനിയല്ലേ ഇങ്ങനെ കാണേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അമ്മായിമ്മ മുഖം തിരിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവൾക്കൊരു വിഷമല്ലേ, അതുകൊണ്ടാണെന്നൊക്കെ പറയും. പിന്നീട് ആദർശ് അങ്ങ് ചെല്ലുന്ന സമയത്ത് ദേവയാനി കുറച്ച് പൈസ എടുത്തിട്ട് ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാ പൈസ എന്ന് ചോദിക്കുമ്പോൾ, അത് അവിടെ കാണിക്ക ഇടാനായിട്ട് ഉള്ളതാണെന്ന് പറയും. അപ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിക്ക് ഒരു ആപത്തും വരരുത് എന്ന് അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്, അന്ന് നേർച്ച നേർന്നതാണ് 5100 രൂപ അവിടെ കാണിക്ക ഇട്ടോളാം എന്നുള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ ഇത്
നമ്മൾ കൊടുത്തിട്ടുള്ള ചെക്ക് ഇതുവരെ അവർ ബാങ്കിൽ കൊടുത്ത് മാറിയിട്ടില്ല. ഇതിപ്പോൾ അവരോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നീ എന്തായാലും ഇങ്ങനെ ഇത് അവിടെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ആദർശിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മ നയന എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇനി അമ്മ വിളിക്കാതെ അവൾ ഇങ്ങോട്ട് വരില്ല എന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും അവൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വരില്ല, ഞാൻ എന്തായാലും അവളെ വിളിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവളൊരു പാവാണ്, ഇങ്ങനെ അമ്മ അവളെ ഒന്ന് വിളിക്കാനായിട്ട് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവളെ വിളിക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം, പിന്നെ എന്തിനാണ് അവൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നയനേൻ്റെ അമ്മേനെ പോലെ തന്നെ അമ്മേനെ അവൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനിക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നല്ലൊരു കാര്യത്തിന് പോവായിട്ട് നീ എന്തിനാ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്, അത് വേണ്ട, ഇങ്ങനെ 41-ന് പോകാൻ നിന്ന, അല്ലെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, മലയ്ക്ക് പോകാൻ നിന്നപ്പോൾ 41-ന് പോകാനിരുന്നപ്പോൾ അതിനും പോകാൻ പറ്റില്ല, മകരവിളക്കിനും പോകാൻ പറ്റില്ല, ഇനിയെങ്കിലും ഒരു തടസ്സവും കൂടാതെ പോയി വരാൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്, അമ്മ വാന്ന് പറഞ്ഞ് ആദർശിനെ വിളിക്കുക കേട്ടോ. പിന്നെ ആ സംസാരം അവിടെ നിർത്തുന്നുണ്ടായിരുന്നു. പിന്നീട് നൈനി ഗോവിന്ദനൊക്കെ കൂടി ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണു അവിടേക്ക് വരാണ് കേട്ടോ. ആദർശം അതുപോലെ തന്നെ എല്ലാവരും മലയ്ക്ക് പോവാണല്ലോ. അപ്പം നൈന് പറയുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം ഒന്ന് അമ്പലത്തിൽ പോകണം എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ഈ തണുപ്പിന് പോകണമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയും, കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനും കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ വേണു അവിടേക്ക് ചെല്ലുന്നത്. വേണു വന്നിട്ട് എന്തായാലും അറിയാലോ അനാമികേനെ അടിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. നന്ദു അവിടെ ഉണ്ടായിരുന്നില്ല, നന്ദു കടയിൽ പോയതാണെന്ന് പറയട്ടോ. എന്തിനാ അനാമികേനെ അടിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം എന്തിനാ അവൾക്ക് അടി കിട്ടിയെന്ന് അവളവിടെ വന്നിട്ട് പറഞ്ഞില്ലേ, എൻ്റെ വയ്യാതിരിക്കുന്ന മോളെ അവൾ തള്ളിയിട്ടു, അതിനാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ വയ്യായിക, നിങ്ങൾക്ക് ആകെയുള്ള വയ്യായിക അസൂയും കുശുമ്പും ഇതൊക്കെയാണ്, അതിനിങ്ങനെ മരുന്ന് കുടിച്ചിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വേണുവിൻ്റെ വായിലിരിക്കുന്ന മുഴുവൻ പറയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഉദ്ദേശം എന്താ, നന്ദുവിനെ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറ്റി വിടാനാണോ, 3 മക്കളെ ഇങ്ങനെ അനന്തപുരിയിലേക്ക് കയറ്റി വിട്ടിട്ട് എല്ലാവരോടും പറഞ്ഞ് നടക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. പിന്നീട് ആദർശ് ആ വീട് എടുത്ത് കൊടുത്തതിനെ കുറിച്ചും ഗോവിന്ദനാണെങ്കിലും മരുമക്കളുടെ ചെലവിലാണ് കഴിയുന്നത്, അങ്ങനെയൊക്കെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പം നൈന പറയും, അച്ഛനും സുഖമില്ലാതിരിക്കുകയാണ്, വെറുതെ അച്ഛൻ്റെ പ്രഷർ കൂട്ടരുത് എന്ന് പറയുമ്പോൾ, എൻ്റെ ഒരേ ഒരു മകളാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ മുന്നിൽ കവിളത്ത് പാടുമായിട്ട് നിന്നത്, അപ്പോൾ എനിക്കും പ്രഷർ കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്. അപ്പോൾ നൈന ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു, വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കേണ്ട മര്യാദ ഇതെല്ലാം ഞങ്ങൾ കൊടുക്കാറുണ്ട്, പക്ഷേ മകളെ പോലെ തന്നെ അച്ഛനും സംസാരിച്ചാൽ തിരിച്ചു ഞങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് പറയേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഞാനങ്ങനെ വെറുതെ വിടുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് നന്ദു അവിടേക്ക് കയറി വരുന്നത്. അപ്പോൾ നന്ദുവിനെ കാണുമ്പോൾ വേണുവിനാണെങ്കിലും ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഇങ്ങനെ കുണ്ടകളെ വിട്ടിട്ട് നന്ദുവിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞ സമയത്ത് അന്ന് നടന്ന ഫൈറ്റൊക്കെ കണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയോടെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, അതൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നന്ദുവിന് ഇങ്ങനെ വേണുവിനെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട്, മകളെ അടിച്ചതിന് പകരം ചോദിക്കാൻ വന്നതാണോ, അപ്പോൾ എന്തായാലും അവളെ തല്ലിയിട്ട് എൻ്റെ കയ്യിൻ്റെ തരിപ്പ് മാറിയിട്ടില്ല, ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രായം അതുപോലെ തന്നെ ബന്ധമൊന്നും ഞാൻ നോക്കില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേണുവിനാണെങ്കിലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. വേണുവാണെങ്കിലും പേടിയൊന്നും പുറത്ത് കാണിക്കാതെ നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്നെ ശരിക്കും അറിയില്ല എന്ന് പറയും. എന്തറിയാനാ, ആ മകളുടെ അച്ഛൻ തന്നെയല്ലേ നിങ്ങളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. വേണുവാണെങ്കിലും പെട്ടെന്ന് അവിടുന്ന് നന്ദു വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാനങ്ങനെ വെറുതെ വിടുമൊന്നുമില്ല, എല്ലാവർക്കും കാണിച്ചു തരാം എന്നൊക്കെ പറയാണ്. പണമുള്ളവൻ്റെ അടുത്താണോ പണമില്ലാത്തവരുടെ കളി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവേ. പിന്നീട് പുറത്തിറങ്ങിയിട്ട് എന്തായാലും അവൾ ഇങ്ങനെ തിരിച്ച് തല്ലിയിരുന്നെങ്കിൽ ആകെ നാണക്കേടായിരുന്നേനെ, എന്തായാലും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് പെട്ടെന്ന് കാറിൽ കയറിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് മലയ്ക്ക് പോകുന്നവരുടെ കെട്ടുനിറ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശനാണ് കേട്ടോ എല്ലാവരുടെയും കെട്ട് നിറയ്ക്കുന്നത്. പിന്നെ കെട്ടുനിറയൊക്കെ കഴിഞ്ഞ് മുത്തശ്ശന് എല്ലാവരും ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് കെട്ടൊക്കെ തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റിലാണെങ്കിലും ദേവയാനിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ആകെ ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിലും ദേവയാനീനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ദേവയാനിക്ക് ആകെ സങ്കടത്തിലാണ് നിൽക്കുന്നത്. ആദർശം ദേവയാനിയും കൂടെ ആദ്യം ഇങ്ങനെ കാണിക്കിടാൻ വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ആദർശിനെ എടുത്ത് കൊടുക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ നയന ദേവയാനി വിളിച്ചാലേ വരുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ദേവയാനി ഒരിക്കലും വിളിക്കാൻ പോകുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ വിളിച്ചിട്ട് അവൾ വരില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നീ ബലമായിട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളോട് ഇറങ്ങി പോകാനൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ അങ്ങനെ പറയാനും എനിക്ക് അവകാശമില്ല, ഇതെൻ്റെ വീടൊന്നും അല്ലല്ലോ എന്ന് ആ സമയത്ത് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറയാൻ വിട്ടുപോയതാണ്, അതാണ് ഈ സമയത്ത് പറഞ്ഞത്. പിന്നെ ദേവയാനി ആണെങ്കിലും ഇവരുടെ തലയിലൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ കെട്ടിവെച്ച് കൊടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ദേവയാനീനെ ഇങ്ങനെ നോക്കുകയാണ്. അവിടെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.